ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ വേറൊരു ചലഞ്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര കഴിവാ, കഴിവാണ് പ്രത്യേകിച്ച്. അപ്പൊ എന്താണ് ചലഞ്ച് വെച്ചാൽ ഡ്രോയിങ് ചലഞ്ച് അല്ലേ? ഇതാണ് ഞങ്ങൾ വരയ്ക്കാൻ പോകുന്നത് ഗൈസ്. ഞങ്ങൾ മാരക വരക്കാരാ. അപ്പൊ ഇതാട്ടോ ഗൈസ് ഞങ്ങൾ വരയ്ക്കാൻ പെണ്ണ് ഉപയോഗിച്ചിട്ടാട്ടോ ഗൈസ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ഒരു ജാമ്യം എടുത്താണ്. പെൻസിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ സംഭവം ബഹുലമായിട്ട് വരയ്ക്കും. തുടങ്ങിയോ? അശ്വതിക്ക് അത്ര വരയ്ക്കാൻ അറിയാമെന്ന് എനിക്കറിയില്ല. കറക്റ്റ്. ഇതെന്താ അശ്വതി കോഴിമുട്ട വരയ്ക്കുന്നു. അതാ വരയ്ക്കാൻ പോയോടത്തിന് മെസ്സേജ് വന്നു ഗൈസ്. ഇത് ടോമാണ് തോന്നുന്നത് അല്ലേ? ടോം ആൻഡ് ജെറി. എടി ചെവി ലവ് ചിഹ്നം വരച്ചാൽ മതി. ലവ് ലവ് വരയ്ക്കാൻ ഞാൻ പണ്ടേ മിടുക്കത്തി. മിടുക്കത്തിയാണ്. ലവ് വരച്ച് 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 ഒരു പരിവായിക്കുന്നു. ഞാനാട്ടോ നല്ല വരയ്ക്കതില്. ചെരിഞ്ഞിരുന്നിട്ടാണ് തോന്നുന്നു ഗൈസ്. എൻ്റെ ഇപ്പൊ ചെരിഞ്ഞു. അയ്യോ ഗൈസ്, പണി പാളി ഗൈസ്. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഞങ്ങളിൽ ആരാണ് വരയിത്രി? ഡ്രോയിങ് എക്സ്പേർട്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക്. കണ്ണ് ഗൈസ്, അശ്വതിക്ക് എന്ത് സ്പീഡാണ് ഗൈസ്. ഞാൻ കൃത്യമായിട്ടാ ഗൈസ്. ആദ്യം വരെ ചെയ്യണോ? അങ്ങനെ ഉണ്ട്. അങ്ങനെ കണ്ട് കണ്ണ് വരയ്ക്കണ്ട അശ്വതി. കണ്ണ് പിന്നെ ഇനി എങ്ങനെ വരച്ചിട്ടും കാര്യമില്ല. ഇതെന്താ ഞാൻ വരയ്ക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കൊരങ്ങനെ ആയി പോലെ. കൊരങ്ങനായാലും കുഴപ്പമില്ല. ഇതിപ്പോ വേറെ എന്തോ ആണ് വരുന്നത് ഗൈസ്. എനിക്ക് വരയ്ക്കാൻ അറിയില്ല ഗൈസ്. ഞാൻ എനിക്കറിയാം. നിങ്ങളുടെ ഒരു ജാമ്യം പണ്ടേ അറിയുന്ന പ്രശ്നമൊന്നുമില്ല. എന്താ വരച്ചതെന്ന് എനിക്ക് ഇവിടെ കോപ്പി അടിക്കുന്നത്. പിന്നെ കുറച്ചൊന്ന് ചരിഞ്ഞു പോയി ഗൈസ്. എൻ്റെ പൂച്ചയുടെ മോന്ത കുറച്ചൊന്ന് ചരിഞ്ഞു പോയി ഗൈസ്. നിങ്ങൾ പറയൂ, ഞങ്ങൾ ഏത് പൂച്ചയാണ്? അപാര പൂച്ച. എൻ്റെ പൂച്ചയാണ് പറഞ്ഞോളൂ ഗൈസ്. ഒരു സംശയവുമില്ല. ഈശ്വരത് എന്താണ് ഈ ജീവി എന്നെ മനസ്സിലാവുന്നത്? ഇത്രയൊക്കെ വരയ്ക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. സത്യം, ആരും അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല. അപ്പൊ ഗൈസ് ഞാൻ ഹെഡ് വരച്ചിരിക്കും ഗൈസ്. അശ്വതി ഫുള്ള് വരച്ച് കഴിഞ്ഞാൽ തോന്നുന്നു ഗൈസ്. ഇനി നമുക്ക് സ്പീഡ് കൂട്ടാം ഗൈസ്. ഞാൻ വരച്ച് കഴിഞ്ഞു. അയ്യോ, പൂച്ചയാണോ പട്ടിയാണോ എന്ന് അറിയില്ല. വരച്ചോ ഗൈസ്? സമയം വേണം ഗൈസ്. ഇതൊക്കെ ഒരു കലാസൃഷ്ടിയല്ലേ, അതിനൊക്കെ ടൈം എടുക്കും. ടൈം എടുത്ത് വരയ്ക്കൂ ഗൈസ്. എന്നെ കൊണ്ട് വയ്യ ഗൈസ്. വരയ്ക്കുന്ന ഒരാളാണ്. കൈയാണോ കാലാണോ എന്ന് മനസ്സിലാവുന്നു ഗൈസ്. ഞാൻ പണ്ട് നല്ല വരയ്ക്കുന്നത്. ആ പണ്ട് എന്താന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അവളെ കൂടെ 10 വരെ പഠിച്ചിട്ടുണ്ട്. +2 വേറൊരു സ്കൂളിലായി പോയില്ലേ. അതിനുശേഷം ഞാൻ നല്ലോണം വരയ്ക്കുന്നത്. ഇവള് പോയതിന് ശേഷം. ഇവള് വന്നേരെയാണ് വീണ്ടും ഞാൻ ഇങ്ങനെയായി. എനിക്കറിയില്ലായിരുന്നു. ഇവിടെ എൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇവിടെ അതിലൂടെ ആൾക്കാർ പോകുന്നതാ ഇങ്ങനെ പിടിച്ച് കീറി എൻ്റെ യൂണിഫോം എല്ലാം അവള് കീറിയായിരുന്നു ഗൈസ്. അതൊക്കെ ഇവിടെ എന്തിനു പറയണം കുട്ടി? വേഗം എന്റെ രോദനമാണ്. എന്റെ എല്ലാ യൂണിഫോമും ഇവിടെ കീറിയത്. കുറച്ചുകൂടി സമയം തന്നിരുന്നെങ്കിൽ ഞാൻ നല്ലോണം വരയ്ക്കും. അതാണല്ലേ, ശരിയാ ഗൈസ്. നിങ്ങൾ പാടുപെടും ഇതിൽ ആരുന്നതാണ് നന്നായതെന്ന് പറയാൻ. കാരണം രണ്ടുപേരും അതിമനോഹരമായിട്ടാണ് വരച്ചത്. ഞങ്ങളെ സൃഷ്ടി എന്ന് പറഞ്ഞാല് ടോം ആൻഡ് ജെറിയിൽ തന്നെ പുതിയ ഇതായിരിക്കും അല്ലേ? ഇനി ഞങ്ങളെ ഫോട്ടോ വെച്ചിട്ടേക്കും
കാർട്ടൂൺ ഓടിപ്പിക്കുക. ടോമാഞ്ചേരി നിർത്തിയോ? നിർത്തലാക്കിയോ? ഞാൻ വരച്ചു കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഞാൻ വരച്ചു കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഇതാ വരച്ചു കഴിഞ്ഞു. കാണിച്ചു കൊടുക്കല് കഴിഞ്ഞ. ഇനി മോടി കൂട്ടാം. ഞാൻ വരച്ചോ. ഞാൻ വരച്ചു. സമയം ഉണ്ടായിന്. ഇനി വരയ്ക്കാൻ കാത്തിക്കുന്ന സമയം. സിംഹമായല്ലോ ഗൈസ്. പൂച്ചനെ വരച്ച് സിംഹത്തിനായി പോയി. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരും ഗൈസ്. ഫുള്ളിൻ്റെക്ക് വെറുതെ ഗൈസ് അധികം സമയം എടുക്കരുതെന്ന് പറയണം അതിൻ്റെ എന്നോട് കേട്ടോ. ഞാൻ മറ്റേ കളറൊക്കെ അടിക്കല്ലേ, പെയിന്റ് അടിക്കുന്നത്. പെയിന്റ് അടിക്കുക. പെയിന്റിന്റെ കുറവുണ്ടായിട്ട് രസമാണ് കേട്ടോ ഗൈസ്. പൂച്ചയ്ക്ക് നഖമൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് വേണടി എന്നാലത് ഒരു ഗാംഭീര്യമുണ്ടോ? അയ്യോ ഇപ്പൊ എല്ലാ ഭാഗവും ഒരുപോലെ ഇപ്പൊ ഉള്ളു. നമ്മുടെ ജഡ്ജസിനെ ആരെ കൊണ്ടുവരിക? ഓഡിയൻസ് തന്നെ ആയിക്കോട്ടെ അല്ലേ. കഴിഞ്ഞോ? ഞാൻ വരച്ചു കഴിഞ്ഞേ. എൻ്റെ കഴിഞ്ഞോട് കഴിഞ്ഞു. സെറ്റ് ഗൈസ് നിങ്ങൾ പറയൂ ആരുടേതാണ് പൂച്ച നന്നായത്? ഗൈസ് ആരുടെ പൂച്ചയാണ് അതിമനോഹരം? പൂച്ചയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഗൈസ് വന്നത്? ഞങ്ങളുടെ ഒറിജിനൽ പൂച്ചനെ കാണിക്കും. ഒറിജിനൽ പൂച്ചനെ കഴിച്ചു തരാം ഗൈസ്. ഇതായിരുന്നു ഒറിജിനൽ പൂച്ച. ഇത് അതാണ് ഗൈസ് ഇങ്ങനെയായി മാറിയത്. ഇത് അതുല്യാസ് പൂച്ച, ഇത് അശ്വതീസ് പൂച്ച. ഇനി നിങ്ങൾ വിധി എഴുതൂ. നിങ്ങളാണ് ജഡ്ജസ്. ആരുടേതാണ് നന്നായതെന്ന് നിങ്ങൾ പറയൂ. കമന്റ് ബോക്സിൽ എല്ലാവരും പറയൂ. ഗൈസ് ഞാൻ കളർ ചെയ്ത കേസത് ഈ പെന്നിന്റെ ഈ സാധനത്തിന് എന്തോ കുഴപ്പമുണ്ട്. പെന്നിന്റെ പ്രശ്നമാണ് ഗൈസ്, അല്ലാതെ അതല്ല വരയ്ക്കുന്നതാണ്. അതെ ഗൈസ് ഈ ഒരു ടൈം ആയിട്ടാണോ? അതെ വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വരയ്ക്കും. എന്റെ പൂച്ചക്ക് ഭക്ഷണമൊന്നും കിട്ടില്ല. ഞങ്ങളുടെ പൂച്ച പട്ടിണിയാണെന്ന് തോന്നുന്നു. എന്റെ പൂച്ച ഓളെ പൂച്ചല്ലേ ഒന്നും തിന്നാൻ കിട്ടായാലും മെലിഞ്ഞ് ഇങ്ങനെ നീണ്ടു പോയതാണ്. ഇത് പൂച്ചയാണോ അല്ലെങ്കിൽ സിംഹമാണോ കടുവയാണോ? ഗൈസ് ഞാൻ പൂച്ചേനെ വരച്ചിട്ട് സിംഹമായി മാറി. അപ്പൊ എന്റെ ഒരു കഴിവ് നീ മനസ്സിലാക്കണോ? അപ്പൊ ഞാൻ അപാര ഡ്രോയിങ് കാരിയാണെന്ന്. ഇത് ബോബോനെ പോലെ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? എനിക്ക് വരയ്ക്കാനുള്ള ഇതൊക്കെ ഉണ്ടല്ലേ? വരയ്ക്കാനുള്ളതുണ്ട്, വിചാരിച്ചല്ലാന്ന് മനസ്സിലായ അതങ്ങനെയാണ്. ഞാൻ എന്നെ വരച്ചുതരാം. വേണ്ടോ? അപ്പൊ ഗൈസ് നിങ്ങള് കമന്റ് ചെയ്യണം കേട്ടോ. അതെ ഏത് പിക്ചറാണ് നല്ലതെന്നും നിങ്ങൾക്ക് പറയേണ്ടതൊക്കെ അതിൽ പറയാം. ഗൈസ് ഞാൻ വെറും ചെറിയ സമയം കൊണ്ട് ഈ പെന്നിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അശ്വതിന്റെ പെന്നിക്കായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇനി വേണ്ട ഇനിയിപ്പോ അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഗൈസ് നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടും ഇനി നല്ല കണ്ടന്റുകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇനി കണ്ടന്റുകൾ മീൻസ് ചലഞ്ചിങ് വീഡിയോ ഞങ്ങൾ ലോങ് വീഡിയോ ആക്കി ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. പുതിയ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേരം ബാക്കിയുള്ളവരും ഉണ്ടാവും. ഇപ്പം ഇന്ന് എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ പരിപാടികളാണ്. അപ്പോൾ ഞങ്ങളുള്ളവർ വെച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ബൈ.